പാത എങ്ങോട്ടെന്നോർക്കാം. ജീവന്റെ നായകൻ കൂടെയുണ്ടല്ലോ. അലഞ്ഞു പോകുവാൻ അനുവദിക്കയില്ല. നല്ലിടയൻ ആലയിൽ ചേർത്തിടും. നിൻ വഴികൾ നീ ഭരമേൽപ്പിച്ചിടും. പോകേണ്ടും പാത കാണിക്കും സർവദാ. സത്യവും ജീവനും മാർഗവുമൊന്നേ. ഇടറാതെ പോകാം വിശ്വാസപാതയിൽ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഉയർന്ന ജോലി ചെയ്യുന്നവർ പെട്ടെന്ന് മരിക്കുന്നു. പ്രശസ്തരായ വ്യക്തികൾ പലരും ആത്മഹത്യ ചെയ്യുന്നു. ഈ വിധത്തിലുള്ള വാർത്തകൾ പലപ്പോഴും പത്രത്തിൽ വരാറുണ്ട്. പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത്, ബിസിനസ് കാരണം എനിക്കുണ്ടായ മാനസിക സമ്മർദ്ദത്തെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. പരിഹരിക്കുവാൻ കഴിയാതിരുന്ന മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവെച്ചു. ഈ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ എന്തു ചെയ്യണം? ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും നമുക്കുള്ള അധികമായ ജോലി തനിയെ തീർക്കുവാൻ കഷ്ടപ്പെടാതെ ജോലിഭാരത്തെ ആദ്യം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുവാൻ തയ്യാറാകുമെങ്കിൽ അവയെ അതിജീവിക്കുവാനുള്ള ജ്ഞാനവും കൃപയും ധൈര്യവും എല്ലാം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. 55:22. 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. 37:5. പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശനെക്കുറിച്ച് നമുക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പകർത്തട്ടെ. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ആരും തന്നെ സാധാരണ വിശ്വസിക്കാറില്ല. ഞങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ്. ഞാൻ എല്ലാ ദിവസവും ബൈബിളിൻ്റെ ഒരു പേജെങ്കിലും വായിക്കും. അതിലെന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എൻ്റെ ധർമ്മസങ്കടങ്ങൾ, എൻ്റെ വിഷമതകൾ, എൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ, അവയ്ക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഞാൻ വായിക്കുന്ന ബൈബിളിലെ ആ പേജിൽ നിന്നോ ഒരു ഖണ്ഡികയിൽ നിന്നോ എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഒരു ദിവസം ഒരു കുടുംബം എന്നെ കാണുവാൻ വന്നു. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം. ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണം. 2-3 ദിവസം അതോർത്ത് പ്രയാസപ്പെട്ടു. തുടർന്നൊരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി നൽകണമെന്ന് പറഞ്ഞ് വഴക്കിട്ടു. ജോലി വാങ്ങിക്കൊടുത്തു. ജോലി നൽകിയെന്ന് സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു. ജോലി കിട്ടിയ വ്യക്തി ഒന്ന് വന്ന് കാണുകയോ ഒന്ന് വിളിച്ചു പറയുകയോ ചെയ്തില്ലല്ലോ എന്ന് തന്നെ ദുഃഖിപ്പിച്ചു. സങ്കടത്തോടെ രാത്രിയിൽ കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച പേജ്, ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ 10 കുഷ്ഠരോഗികൾ അടുത്തു വന്ന് സങ്കടം പറയുകയും നിങ്ങൾ പോയി പുരോഹിതനെ കാണുവാൻ ക്രിസ്തു പറയുകയും ചെയ്തു. അവർ പോകയിൽ സൗഖ്യമായി. അതിലൊരാൾ മടങ്ങി വന്ന് നന്ദി പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറഞ്ഞത്, വിജാതീയനായ നീ മാത്രം എന്നെ കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു, മറ്റാരും വന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അതെനിക്കുള്ള മറുപടിയാണ്, നീ നിൻ്റെ ജോലി ചെയ്താൽ മതി. അദ്ദേഹം തുടർന്നു, ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ എന്ത് ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ സമീപനം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ചു. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല,
എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗവുമാണ്. എല്ലാം സൂക്ഷ്മതയോട് പരിശോധിക്കേണ്ടയാളാണ്. ഈ വിധത്തിൽ ചിന്തിച്ചാൽ കിടന്നത്. പിറ്റേ ദിവസം ഞാൻ വായിച്ച ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാരും വിശ്വസിക്കുകയില്ല. ഞാൻ വായിച്ചത് ശലോമൻ്റെ പ്രാർത്ഥനയാണ്. ശലോമൻ പ്രാർത്ഥിച്ചത്, എനിക്ക് ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിൻ്റെ പ്രജകളെ നടത്തുവാനുള്ള ജ്ഞാനം മതി. അതായത് വിസ്ഡം. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ഇത് തന്നെയാണ്, നിൻ്റെ പ്രജകളെ നടത്തിക്കൊണ്ടു പോകുവാനുള്ള ജ്ഞാനം മാത്രം മതി എന്ന. എല്ലാറ്റിനും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും ക്രൈസ്തവ ദർശനത്തിലും ഉത്തരം ഉണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുമ്പോൾ ഒരിക്കലും തളർന്നു പോകില്ല, പിന്തിരിഞ്ഞോടില്ല, ആത്മഹത്യ ചെയ്യുകയില്ല. യോദ്ധാവിനെ പോലെ അവൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. അദ്ദേഹം തൻ്റെ വാക്ക് അവസാനിപ്പിച്ചു. ഇന്ന് വിശ്വാസത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഈ വിധത്തിൽ ഒരു സാക്ഷ്യം പറയുവാൻ കഴിയുമോ? കർത്താവ് പറയുന്നത്, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സങ്കീർത്തനം 37:5. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം യേശു ക്രിസ്തു മാത്രം. അവനിൽ ആശ്രയം വയ്ക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. കർത്താവേ, പ്രതിസന്ധികളിൽ പതരാതെ മുന്നേറുവാനുള്ള ജ്ഞാനം എനിക്കും തരണമേ. ആമേൻ. വിശാലവാതിൽ നാശത്തിൻ പാത, ജീവന്റെ മാർഗം ഞെരുക്കമുള്ളത്, കടന്നു പോയിടാ നായകൻ പിൻപേ, എത്തിടുമേ വാഗ്ദത്ത നാടതിൽ. നിൻ വഴികൾ നീ ഭരമേൽപ്പിച്ചിടും, പോകേണ്ടും പാത കാണിക്കും സർവദാ. സത്യവും ജീവനും മാർഗവുമൊന്നേ, ഇടരാതെ പോക വിശ്വാസപാതയിൽ.